ചിക്കി എന്നൊരു അണ്ണാറക്കണ്ണനുണ്ടായിരുന്നു. അവൾക്ക് കായ്കൾ ശേഖരിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ അവൾ അത് ആരുമായും പങ്കുവച്ചില്ല. ഒരു ദിവസം ചിക്കി ഒരു വലിയ പഴുത്ത മാമ്പഴം കണ്ടെത്തി. എന്തു നല്ല മാമ്പഴം, ഇത് മുഴുവൻ എനിക്ക് തന്നെ, ഇഷ്ടത്തോടെ പറഞ്ഞു. അപ്പോഴാണ് മിന്നു എന്ന മുയൽ അതുവഴി വന്നത്. അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അവൾ ചിക്കിയുടെ കയ്യിലെ മാമ്പഴം കൊതിയോടെ നോക്കി. മിന്നു ചിക്കിയുടെ അടുത്തേക്ക് ചെന്ന് വിനയത്തോടെ ചോദിച്ചു, ചിക്കി, ആ മാമ്പഴത്തിന്റെ ഒരു ചെറിയ കഷണം എനിക്ക് തരുമോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്നാൽ ചിക്കിക്ക് ദേഷ്യം വന്നു. ഇത് എന്റേതാണ്, ഞാൻ ആർക്കും തരില്ല എന്ന് പറഞ്ഞ് അവൾ മാമ്പഴവുമായി ഒരു മരത്തിലേക്ക് ഓടിക്കയറി. മരക്കൊമ്പിലിരുന്ന് വലിയ മാമ്പഴം ഒറ്റയ്ക്ക് കഴിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അത് അവളുടെ കയ്യിൽ നിന്ന് വഴുതി താഴേക്ക് വീണു. മാമ്പഴം നിലത്തു വീണ് പല കഷണങ്ങളായി ചിതറിപ്പോയി. ഇത് കണ്ട് ചിക്കിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഇരുന്ന് കരയാൻ തുടങ്ങി. ചിക്കി കരയുന്നത് മിന്നു കണ്ടു. അവൾക്ക് ചിക്കിയോട് ദേഷ്യം തോന്നിയില്ല. പകരം അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ക്യാരറ്റുമായി ചിക്കിയുടെ അടുത്തേക്ക് ചെന്നു. കരയേണ്ട ചിക്കി, നീ ഈ ക്യാരറ്റ് കഴിച്ചോളൂ, മിന്നു സ്നേഹത്തോടെ പറഞ്ഞു. മിന്നുവിന്റെ ദയ കണ്ട് ചിക്കി അത്ഭുതപ്പെട്ടു. അവൾക്ക് തന്റെ തെറ്റ് മനസ്സിലായി. ക്ഷമിക്കണം മിന്നു, ചിക്കി പറഞ്ഞു. അവൾ നിലത്ത് വീണ മാമ്പഴ കഷണങ്ങൾ മിന്നുവിന് നേരെ നീട്ടി. അന്നുമുതൽ അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി. അവരെന്തു കിട്ടിയാലും ഒരുമിച്ച് പങ്കുവെച്ച് കഴിച്ചു. പങ്കുവെക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷമെന്ന് അവർ പഠിച്ചു.